സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചന വേദഭാഗം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 1 32 തിരുവചനം. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് വഴി പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. ഇവിടെ വായിച്ചു കേട്ട വചനത്തിൽ പറയുന്നത് 2 വിഭാഗം ജനങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, ബുദ്ധിഹീനരായ പിന്മാറ്റക്കാർ. 2, ഭോഷന്മാർ. ഇവരുടെ അവസാനം എന്താകും എന്നുകൂടെ ഈ വചനത്തിൽ പറയുകയാണ്. അവരുടെ പിന്മാറ്റം അവരെ കൊല്ലുമെന്നും നശിപ്പിക്കുമെന്നും വചനം പറയുന്നു. ആരാണ് ഈ ബുദ്ധിഹീനർ? ആരാണ് ഈ ഭോഷന്മാർ? ദൈവത്തെ ത്യജിക്കുന്നവർ, ദൈവത്തെ നിരസിക്കുന്നവർ, ദൈവത്തെ അവിശ്വസിക്കുന്നവർ, ദൈവത്തെ വിശ്വസിക്കാത്തവർ, അംഗീകരിക്കാത്തവർ, കൈക്കൊള്ളാത്തവർ, ഇവരെല്ലാവരും ബുദ്ധിഹീനരുടെ പട്ടികയിലാണ്, ഭോഷന്മാരുടെ പട്ടികയിലാണ്. 14-ാം സങ്കീർത്തനത്തിലും 53-ാം സങ്കീർത്തനത്തിലും ദൈവത്തെ അന്വേഷിക്കുന്നവരെ ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നാം കാണുന്നത് ദൈവം മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് നോക്കുന്നു എന്നാണ്. ബുദ്ധിമാന്മാർ എന്നാൽ ദൈവവിശ്വാസികളാണ്. അതെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ സത്യവേദ പുസ്തകം ബുദ്ധിമാന്മാരെന്ന് വിളിക്കുന്നു. ദൈവമില്ല എന്ന് വിശ്വസിക്കുകയും അതിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ജനങ്ങളുണ്ട്. അവരെ ബുദ്ധിഹീനരെന്നും ഭോഷന്മാരെന്നും തിരുവചനം പറയുന്നു. ഇനി ഈ ബുദ്ധിഹീനർക്കും ഭോഷന്മാർക്കും അവരുടെ അന്തം അഥവാ അവരുടെ അവസാനം എന്താകുമെന്നാണ് ഈ വചനം പറയുന്നത്. അവർക്ക് സംഭവിക്കുന്നത് നാശമെന്നാണ് വചനം പറയുന്നത്. ഇത് സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ വളരെ വ്യക്തമായി ഇപ്രകാരം രേഖപ്പെടുത്തുവാനിടയായി. എബ്രായർ 10-ാം അധ്യായം 37-38 തിരുവചനങ്ങൾ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഈ എബ്രായ ലേഖനം 10-ാം അധ്യായം 38-39 തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ഇവിടെയും നാം ആദ്യം വായിച്ചു കേട്ടതുപോലെ 2 കൂട്ടരെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാശത്തിലേക്ക് പിന്മാറി നശിച്ചു പോകുന്നവർ. 2, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവർ. ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. നാം ആരുടെ കൂട്ടത്തിലാണ്? നാം ഏത് കൂട്ടായ്മയിലാണ്? അഥവാ നാം പിന്മാറി നശിച്ചു പോകുന്നവരുടെ കൂട്ടായ്മയിലോ അഥവാ കൂട്ടത്തിലോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ
കൂട്ടായ്മയിലോ കൂട്ടത്തിലോ? ഈ ചോദ്യത്തിന് ഓരോരുത്തരും വ്യക്തിപരമായി ഉത്തരം കണ്ടെത്തേണ്ടതാണ്. ഈ ഭൂമി ശാശ്വതമല്ല എന്നും ഇവിടെ നമ്മുടെ നിത്യത ശേഷിക്കില്ല എന്നും, അഥവാ ഇവിടെയല്ല നമ്മുടെ നിത്യതയെന്നും, നമുക്കായി ദൈവം ഒരുക്കുന്ന നിത്യതയിൽ സ്വർഗത്തിൽ നമ്മുടെ നിത്യവാസം, അതിനായി വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാം. ആമേൻ.